ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ഗോവിന്ദനും അതുപോലെ വിജയലക്ഷ്മി മേഡവും സംസാരിക്കുന്നിടത്തേക്ക് ഗീതു യാദൃശികമായിട്ട് വരുന്നു. അങ്ങനെ ഇതാരായിരുന്നു എന്ന് എല്ലാവരും തിരഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഗോവിന്ദൻ്റെ ജീവിതത്തിൽ ഈ വിജയലക്ഷ്മി മേഡം. അവസാനം അത് തെളിഞ്ഞിരിക്കുന്നു, സ്വന്തം പെറ്റ അമ്മയാണെന്ന്, ജന്മം കൊടുത്ത അമ്മയാണെന്ന്. അങ്ങനെ പ്രസവിച്ച അമ്മയും മകനും തമ്മിലുണ്ടായ ആ ഒരു വലിയ വാഗ്വാദത്തിൽ രഞ്ജു എന്ന് പറയുന്ന ശിവരഞ്ജിനി സ്വന്തം പെങ്ങളാണെന്നും തെളിയുന്നു. ഈ ഒരു സമയത്ത് ഇത് ഒന്നും പൂർണ്ണമായും കേൾക്കാതെ അല്ലെങ്കിൽ അറിയാതെ നമ്മുടെ ഗീതു അവിടേക്ക് വന്നുപെടുന്നു. അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു വൈരാഗ്യ ബുദ്ധിയെല്ലാം കണ്ട് നമ്മുടെ ഗീതു ഇവർ തമ്മിൽ എന്തൊക്കെയോ ഒരു ഇതുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി. പക്ഷെ അപ്പോഴും രഞ്ജു എന്ന് പറയുന്ന ആള് ആരാണെന്നോ എന്താണെന്നോ ഗീതുവിന് അറിയില്ല. ഗീതുവിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ആരും മറുപടി ഇട്ട് കൊടുക്കുന്നതുമില്ല. പക്ഷെ നമ്മുടെ ഗീതു ഒന്നും വിട്ടുകൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. രണ്ടും കൽപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തൻ്റെ ശത്രുവായ ശിവരഞ്ജിനി എന്ന രഞ്ജുവിനിട്ടുള്ള പണികളാണ് ഗീതു ആലോചിക്കുന്നത്. അപ്പോൾ ഗോവിന്ദനും അതുപോലെ വിജയലക്ഷ്മി മേഡവും തമ്മിൽ സംസാരിച്ചു പിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിന് അവരോട് രണ്ടുപേരോടും ദേഷ്യവും അതുപോലെ തന്നെ ഒരുമാതിരി ഇതൊക്കെ ഉണ്ടായി. കാരണം ഇവർ രണ്ടുപേരും സത്യങ്ങളെല്ലാം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ അഭിനയിക്കുകയാണല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ, അങ്ങനെ ആ ഒരു ചിന്താഗതിയായിട്ട് നമ്മുടെ ഗീതു ഇനി മുന്നോട്ട് തൻ്റെ ശത്രുക്കളെ നിലംപരിശാക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ചില സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതുമായ തീരുമാനങ്ങളിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ആദ്യ പടിയായിട്ട് നമ്മുടെ ഗീതുവിൻ്റെ വിശ്വാസ്യത നേടിയെടുക്കാൻ ശ്രമിച്ച കിഷോർ കൊടുത്ത തെളിവുകളും കാര്യങ്ങളും ഗോവിന്ദൻ്റെ മുന്നിൽ സമർപ്പിക്കുക. ഇനി ഒരു ശത്രുവും അത് തട്ടിക്കൊണ്ടു പോകാത്ത രീതിയിൽ അതിനെ വേണ്ടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. പക്ഷേ അമ്മ മകനെ കാണാൻ വീണ്ടും വീണ്ടും എത്തുമ്പോൾ ആ അമ്മയെ ആട്ടി ഓടിക്കുകയാണ് ഗോവിന്ദൻ ചെയ്യുന്നത്. താൻ ഒരിക്കൽ തൻ്റെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന തൻ്റെ പെറ്റമ്മയെ ഇന്ന് ജീവനേക്കാളേറെ വെറുക്കുന്ന ഒരു മകനായി ഗോവിന്ദ് മാറി. തൻ്റെ മുന്നിൽ പെടാതെ തൻ്റെ മുന്നിൽ നിന്ന് പോകാനാണ് ഗീതു ആ വ്യക്തിയോട് പറയുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വിജയലക്ഷ്മിക്ക് ഉള്ളു പിടയ്ക്കുന്നുണ്ട്. പക്ഷേ മകൻ്റെയും മരുമകളുടെയും മകളുടെയും ജീവൻ അല്ലെങ്കിൽ ജീവിതം രക്ഷിക്കാൻ ആ അമ്മ ഉണ്ടായേ പറ്റൂ എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യം കൊണ്ട് ഗോവിന്ദനും ഗീതുവിനും അതുപോലെ രഞ്ജുവിനും പിന്നാലെ ആ അമ്മ അലയുകയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മുടെ രാധികയ്ക്കൊന്ന് പ്രതികരിക്കാനോ അല്ലെങ്കിൽ രാധികയ്ക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഈ രഞ്ജു എന്ന് പറയുന്നവൾ ആരാണ് എന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ രാധികയും വരുണും മാക്സിമം പരിശ്രമിക്കുന്നു. പക്ഷേ കൂടെ നിന്ന് അമ്മയുടെയും കാലുവാരുന്ന മകനെ അമ്മ പോലും തിരിച്ചറിയുന്നില്ല. പക്ഷേ നമ്മുടെ ഗീതു ഇതിൻ്റെ എല്ലാം ഒടുവിൽ ഗോവിന്ദനെ വിളിച്ചിട്ട് ഗോവിന്ദനോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് ഈ കിഷോർ കൊടുത്ത സകല തെളിവുകളും വെച്ചങ്ങ് കാണിച്ചു കൊടുക്കുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ കൂടെ നിന്ന് കുതികാല് വെട്ടുന്നവനാണ് അനിയനെന്ന്. അങ്ങനെ ഗീതു പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായി എന്നുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗോവിന്ദൻ ഒട്ടും ക്ഷമിക്കാൻ തയ്യാറായില്ല. ഗോവിന്ദന് ഭയങ്കരമായിട്ട് വൈരാഗ്യം, ഭയങ്കരമായിട്ട് ദേഷ്യം ഇതൊക്കെ വരുണിനോട് വന്നു. പിന്നെ എല്ലാം പൊളിച്ചെടുക്കാനുള്ള ഒരു ധൈര്യത്തോടു കൂടി ഗോവിന്ദൻ നേരെ വീട്ടിലേക്ക് വന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടി. അവിടെ ഉണ്ടായിരുന്ന സകല ആൾക്കാരെയും വിളിച്ചു കൂട്ടി വരുണെന്ന് പറയുന്ന കൊടും ചതിയൻ എന്താണെന്നുള്ളത് ഗീതുവും ഗോവിന്ദനും ആ അംഗങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചങ്ങ് വിശദീകരിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വന്തം മകനാണെന്ന് പോലും നോക്കാതെ രാധിക വരുണിനെ ഉപദ്രവിക്കുന്നു, അടിക്കുന്നു, തള്ളിക്കളയുന്നു, വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നു. അങ്ങനെ ഒരുപാട് നാടകങ്ങൾ നമ്മുടെ രാധിക ചെയ്യുമോ? കാരണം രാധികയ്ക്ക് അതേ ചെയ്തേ പറ്റൂ. കാരണം ഗോവിന്ദൻ്റെ വിശ്വാസം നേടിയെടുത്താൽ മാത്രമേ രാധികയ്ക്ക് ഇക്കണ്ട കോടിക്കണക്കിന് സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ വരുൺ ഇതൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ്റെ മുന്നിലിട്ട് ആട്ടിച്ച് പരുവം വരുത്തുവാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുണിനെ രാധിക. ആ സമയത്ത് ഗോവിന്ദൻ പറഞ്ഞു, നീ കൂടെ നിന്ന് ഇതുപോലത്തെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ലല്ലോടാ, നീ എന്നെ ചതിച്ച് കളഞ്ഞല്ലോടാ എന്ന്. പക്ഷെ ഗീതുവിന് സന്തോഷമാണ്. ഒരു പരിധിവരെ ശത്രുവിൻ്റെ മുഖം കാണിച്ചു കൊടുക്കാൻ പൂർണ്ണമായും കഴിഞ്ഞില്ലെങ്കിലും ഒരു പരിധിവരെ കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് നമ്മുടെ ഗീതു ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സമാധാനം കണ്ട് അങ്ങനെ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ആ വീട്ടിലുണ്ടാവുന്നത്. രാധികയ്ക്ക് ഇങ്ങനെ മാറി നിന്ന് മകൻ്റെ നേരെ ദയനീയത കാണിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. കാരണം നേരിട്ട് ദയനീയത കാണിക്കാൻ ചെന്നാൽ അമ്മയും പുറത്താകും, അമ്മയുടെ ചതിയും മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അമ്മ ഇച്ചിരി ഒന്ന് പുറകോട്ട് വലിഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഈ വരുൺ പോകുന്ന സമയം രേഖയെയും കൂടെ വിളിച്ചു. പക്ഷെ രേഖ പോകാൻ കൂട്ടാക്കിയില്ല.
രേഖയ്ക്ക് പോകേണ്ട കാര്യമില്ല. വരുണിൻ്റെ ജീവിതത്തിൽ എന്താ പറയുന്ന ഒരു സെർവൻ്റായിട്ട് പോലും രേഖയെ കൂട്ടിയിട്ടില്ലെന്നാണ് വരുൺ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വരുണിൻ്റെ കൂടെ പോവേണ്ട കാര്യം രേഖയ്ക്കില്ലല്ലോ. രേഖയെ വിടാനും ഗോവിന്ദൻ തയ്യാറായില്ല, അതുപോലെ രേഖ പോകാനും തയ്യാറായില്ല. എന്തായാലും മൊത്തം ചമ്മി വിളറി ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ വരുൺ. അങ്ങനെ ആ ഒരു വലിയ ഭൂകമ്പമൊക്കെ നടന്നു. ഈ സമയത്ത് അമ്മ, അതായത് വളർത്തമ്മയായ രാധിക ഗോവിന്ദൻ്റെ കാല് പിടിക്കുന്ന രീതിയിൽ മാപ്പപേക്ഷിക്കുന്നു സ്വന്തം മകന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് കളികൾ ആ വീട്ടിൽ നടക്കണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വന്തം നാത്തൂനാണ് ഭർത്താവിൻ്റെ, അതായത് സ്വന്തം പെങ്ങളാണ്, അതായത് ഗീതുവിൻ്റെ നാത്തൂനാണല്ലോ തൊട്ടരികിലുള്ളതെന്ന് അറിയാതെ നമ്മുടെ ഗീതു ശരിക്കും നാത്തൂൻ പോലെ തന്നെ അങ്ങ് കാണിക്കുന്നു. ആങ്ങളെയും പെങ്ങളെയും ഒരിടത്ത് ഇരിക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്നും സംസാരിക്കാനോ ഒന്നും വിടുന്നില്ല. അതിനിടയിലേക്ക് തടസ്സമായിട്ട് ഗീതു കയറി ചെല്ലുന്നു. അവർ രണ്ടുപേരും എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലോ അതിൻ്റെ എല്ലാം ഇടയിൽ കുശുമ്പും കുന്നായ്മയും, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ ഞാൻ വിട്ടു തരില്ലടി എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ ഗീതു അവർക്കിടയിലേക്ക് കയറി ചെല്ലുന്നു. അങ്ങനെ രസകരമായ രീതിയിൽ നമ്മുടെ ഗീതു ഭർത്താവിനോടുള്ള സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഗോവിന്ദനും അതുപോലെ തന്നെ നമ്മുടെ രഞ്ജുവും ഇതൊക്കെ ഒരുപാടങ്ങ് ആസ്വദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രഞ്ജു നാത്തൂൻ ഇങ്ങനെ പോര് കാണിക്കുമ്പോഴേ അതൊരു വല്ലാത്തൊരു കുസൃതി നിറഞ്ഞ ഒരു പോരാകുമ്പോൾ ഒരുപാട് സന്തോഷമാകുമല്ലോ. അങ്ങനെ വളരെ രസകരമായ രീതിയിൽ ഗീതുവിൻ്റെ ആ ഒരു കുസൃതിയെ ചൊടിപ്പിച്ചുകൊണ്ട് നമ്മുടെ രഞ്ജു ഓരോന്നൊക്കെ ചെയ്യുന്നുമുണ്ട്. ഇതിനിടയിൽ ഒരവസരം കൊടുത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഗീതുവിൻ്റെ മനസ്സിൽ കിഷോറിനൊരു വിശ്വാസം ഉണ്ടായി എന്നുള്ള രീതിയിൽ കിഷോർ വീണ്ടും ഗീതുവിൽ അപ്രോച്ച് ചെയ്യാനൊക്കെ ചെല്ലുന്നു. ആ സമയം ഗീതു ആരാ പൊന്നുമോള് കിഷോറിൻ്റെ തല വെട്ടിക്കളയുന്ന രീതിയിലുള്ള പ്രവർത്തികൾ നമ്മുടെ ഗീതു ചെയ്യുന്നു. അങ്ങനെ നല്ല അടിപൊളി എന്താ പറയുന്നത് സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളാണ് അങ്ങ് വരുന്നത്. രാധിക മകനെ ഇറക്കി വിട്ടതിന് ശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒറ്റപ്പെട്ടു. രാധികയ്ക്ക് ഇടം വലം തെരിയാനായിട്ട് നമ്മുടെ ഗീതു ഒരു അവസരം കൊടുക്കുന്നില്ല. മകൻ ഇറങ്ങിപ്പോയി, മകനെ ഇറക്കി വിട്ടു, ഇനി അവനുമായി യാതൊരു ബന്ധവും ഈ അറക്കൽ തറവാട്ടിലുള്ളവർക്ക് ഉണ്ടാകില്ലെന്നും പറഞ്ഞുകൊണ്ട് രാധിക എല്ലാവരുടെയും മുന്നിൽ വെച്ച് വലിയ ശപഥമൊക്കെ ചെയ്തു. പക്ഷേ മകനെ കാണാനായിട്ട് പോകാനൊക്കെ രാധിക പല പ്രാവശ്യം ശ്രമിക്കുന്നു. പക്ഷേ അവിടെയൊന്നും നമ്മുടെ ഗീതു അതിനുള്ളൊരു അവസരം ഉണ്ടാക്കണില്ല. ഗീതു എല്ലാം തലക്കനം കയറി അങ്ങ് വെട്ടുവാണ്. രാധികയ്ക്ക് ആരുമില്ലാത്ത രീതിയിലാക്കുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ രേഖയ്ക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന രേഖയെ മാക്സിമം പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഗീതു. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, അതൊക്കെ ശരിയാകും. ഇപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയത് കൊണ്ട് തന്നെ വരുണേട്ടൻ നന്നാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുകൊണ്ട് ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ആ ഒരു ടോണിൽ ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് അടിപൊളി വിശേഷങ്ങളോടുകൂടി ഇനിയുള്ള അങ്ങോട്ടുള്ള കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നിർത്തുക കേട്ടോ. താങ്ക്